എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നാച്ചുറൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സുപരിചിതരാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗുണങ്ങളോടൊപ്പം അതിന്റെ ദൂഷ്യഫലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടാതെ നാച്ചുറൽ ഇന്റലിജൻസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രമുഖ ജൈവ കൃഷി ആചാര്യനും കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ്, ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്നീ കോഴ്സുകളുടെ ചീഫ് ഫാക്കൽറ്റിയുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ KV ദയാൽ സാറാണ്. സാറിനെ ഏറ്റവും ആദരവോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സർ. ഓക്കെ, നമുക്ക് തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. അതായത് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നാച്ചുറൽ ഇന്റലിജൻസ്. അതായത് റോബോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ടെക്നോളജി വികസിക്കുന്നു, ശാസ്ത്രം പുരോഗമിക്കുന്നതോടൊപ്പം ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെ തടയാൻ ഇനി ആർക്കും കഴിയില്ല. ഇപ്പൊ മൊബൈൽ വേണ്ട എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? മൊബൈൽ ടവർ പൊളിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യകാലങ്ങളിൽ സമരമൊക്കെ നടന്നതാണ്. മൊബൈലിന് പറ്റില്ല. പക്ഷേ 2-3 മൊബൈലായി ഓരോരുത്തരുടെ കയ്യിൽ. ഇനി എങ്ങനെയാണ് ആ ടെക്നോളജി കളയാൻ പറ്റുക? അപ്പൊ ഒരു ടെക്നോളജി പുതിയത് വരുമ്പോൾ ആ ടെക്നോളജിക്ക് അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഏത് ടെക്നോളജി വന്നാലും അതിന്റെ ഗുണങ്ങളും ദോഷമുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തായിട്ട് നമ്മൾ മൊബൈൽ തന്നെ എടുക്കാം. മൊബൈൽ ഒരു ടെക്നോളജിയാണ്, വളരെ കൺവീനിയന്റ് അല്ലേ? വളരെയധികം കൺവീനിയന്റ് ആണ്. പണ്ട് കാലത്ത് ഒരു വീട്ടിൽ ചെന്ന് ലാൻഡ് ഫോണിൽ വേണം നമ്മൾ കറക്കി ഫോൺ വിളിക്കാൻ. ഇപ്പൊ ബസ്സിലിരുന്നാലും പ്ലെയിനിലിരുന്നാലും ട്രെയിനിലിരുന്നാലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എപ്പോ വേണമെങ്കിലും ആരുമായിട്ടും ഫോണിലൂടെ ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്ന തരത്തിൽ ആ ടെക്നോളജി വളർന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോൺ, അതാണല്ലോ നമ്മൾ ഉപയോഗിക്കണേ. കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു മൊബൈൽ ഫോൺ നമുക്ക് ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്റ്റേജുകളിൽ ആളിന്റെ രൂപം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആളവിടെ ഇല്ല, പക്ഷേ ആള് നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലേക്ക് ആ ടെക്നോളജി വളർന്ന് വലുതായിരിക്കുന്നു. എന്നാൽ ഇതിന്റെ മറുവശം ഒന്ന് നോക്കി, മൊബൈലിന് അഡിക്റ്റ് ആയിപ്പോയ കുട്ടികളുണ്ട്. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇതിലൂടെ കാണിക്കാൻ പറ്റും. വേണ്ടതും കാണിക്കാം, വേണ്ടാത്തതും കാണിക്കാം. അതോടൊപ്പം തന്നെ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ഉതകുന്ന സകലതും ഇതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഭയങ്കര ഡിഫക്റ്റായി മാറിയിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ഇടയ്ക്ക് കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്, എങ്ങനെയെങ്കിലും മൊബൈലിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ. കാരണം ജോലി ചെയ്യാൻ വേണ്ടി അമ്മമാര് ഒരു മൊബൈൽ എടുത്തങ്ങോട്ട് കൊടുക്കും, കുട്ടികൾ അതേ കിടന്ന് കളിക്കും. പിന്നെ അവരതിലേക്ക് പിടിപിടില്ല. ഭ്രാന്തായി പോയ കുട്ടികൾ. അതായത് കമ്പ്യൂട്ടർ ഒന്ന് കേടായാൽ അത് നന്നാക്കിയെടുക്കാനുള്ള സാവകാശം പോലും കൊടുക്കാൻ കഴിയാതെ ബഹളമുണ്ടാക്കുന്ന, വീട്ടിലടി ഉണ്ടാക്കുന്ന കുട്ടികളായി കഴിഞ്ഞിരിക്കുന്നു. അതായത് അതൊരു തരം അഡിക്ഷൻ. ഇപ്പോ മൊബൈലിനേക്കാൾ കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം. ഇത് ഒരു പക്ഷേ ഭാവിയിൽ ആറ്റം ബോംബിനേക്കാളും ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഗുണങ്ങളുണ്ട്, ഒപ്പം ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണ്.
റോബോട്ടുകൾ മനുഷ്യന് പകരമായി ഉപയോഗിക്കുന്നുണ്ട്. വളരെ എല്ലാ ജോലികളും ചെയ്യും, സകല ജോലികളും ചെയ്യും. അതിനോടൊപ്പം AI-ക്ക് മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയും. നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആ ടെക്നോളജി വികസിക്കുകയാണ്. അതായത് ഒരാൾക്ക് ദൂരെ ഇരുന്നു കൊണ്ട് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും. കാരണം മനസ്സാണ് ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്. ശരീരത്തിനെ നിയന്ത്രിക്കുന്ന മനസ്സാണ്. അപ്പൊ ഒരു ടെക്നോളജിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ആത്മഹത്യ ചെയ്യിക്കാൻ അവർക്ക് പറ്റും. നമ്മളെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് എല്ലാം അവർക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ അറിയില്ല, അത് മറ്റൊരാൾ നിയന്ത്രിക്കുകയാണെന്ന് അറിയില്ല. മറ്റൊരാൾ നിയന്ത്രിക്കാതെ തന്നെ നമ്മൾ സ്വയം ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുക. ഇത്തരത്തിൽ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണത്. അത് പൂർണ്ണമായി വികസിച്ചിട്ടുണ്ടെന്ന് കരുതുന്നില്ല. അത് പക്ഷേ ഒട്ടനവധി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, വളരെ ഫാസ്റ്റായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് AI എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിത്യജീവിതത്തിലെ സകല മേഖലകളിലേക്കും AI റോബോട്ടുകൾ കടന്നു വരും. ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടമുണ്ടാക്കും, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകില് എന്തായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈയിടെ നമ്മളെ യൂട്യൂബിൽ ചാനലുകളിൽ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. കോട്ടയത്തുള്ള ഒരു സ്ത്രീയുടെ തന്നെ ഞാൻ കണ്ടു. ഞാൻ അതുകൊണ്ടാണ് ലില്ലി ടീച്ചറിൻ്റെയൊക്കെ പറഞ്ഞത് ഈ വിഷയം തന്നെ നമുക്കിത് ഈ ആഴ്ച എടുക്കാം. കാരണം ഇത് സമൂഹത്തിൽ ഭയങ്കര പേടിയുണ്ടാക്കും, ഭയം ഉണ്ടാക്കും. മനുഷ്യരെ എന്ത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ആ സ്ത്രീയുടെ വർത്തമാനം. അതായത് അവര് ആസ്ട്രേലിയയിലായിരുന്നു, അവരിപ്പോ കോട്ടയത്ത് വന്നിട്ടുണ്ട്, അവരെ ആരോ പിന്തുടരുന്നു, അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് പറയുന്നത്. അവരെ പോലെ 10-200 പേരുണ്ടെന്ന് അവർ പറയുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റണ്ടേ? ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റണം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഡിവൈൻ മദർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡിവൈൻ മദറിൽ ഇത് പറയാൻ പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിട്ടുണ്ട്. കാരണം ഇതിനെ മറികടക്കാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെ മറികടന്നേ മതിയാവൂ. കാരണം നമുക്ക് ഒരു നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ട്. ഈ മൊബൈൽ ഉണ്ടാക്കിയത് ഒരു മനുഷ്യനല്ലേ? മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് അല്ലേ? അതേമാതിരി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറെ മനുഷ്യരുടെ നാച്ചുറൽ ഇന്റലിജൻസ് ആണ്. അപ്പോ റോബോട്ടിന്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നോളജ് എന്ന് പറയുന്നത് കടം കൊണ്ട നോളജാണ്. ഒരു നാച്ചുറൽ ഇന്റലിജൻസിൽ നിന്നും കടം കൊണ്ട നോളജ് മാത്രമേ അതിനുള്ളൂ. അതിന് നമ്മളെ കീഴടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ഒരു ഉള്ളിലുള്ള ടെക്നോളജി മാത്രമേ പുറത്ത് പ്രകടമായി വരൂ. ഇപ്പൊ നമുക്ക് മൊബൈലുണ്ട്. ഈ മൊബൈൽ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ടാകാൻ കാരണം നമ്മുടെ ഉള്ളിൽ ടെലിപ്പതി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ടാണ്. പണ്ട് കാലത്ത് ടെലിപ്പതി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മനസ്സിൽ നിന്നും ഒരു സന്ദേശം മറ്റൊരാൾക്ക് അയക്കാനുള്ള അറിവുണ്ട്. ആ കഴിവ് നമുക്കുണ്ട്. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ ആ കഴിവുള്ളത് കൊണ്ടാണ് പുറത്തൊരു ടെക്നോളജി മൊബൈലിന്റെ രൂപത്തിൽ വന്നത്. ഇതേമാതിരി തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു റോബോട്ട് ഇവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു നാച്ചുറൽ ഇന്റലിജൻസ് ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടേ പറ്റൂ. ഈ നാച്ചുറൽ ഇന്റലിജൻസിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അടിമയാകാതിരിക്കാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇന്ന് പഠിച്ചേ മനസ്സിലാവൂ. കാരണം ടെക്നോളജിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
ഇനി ആ കുട്ടി മൊബൈൽ യൂട്യൂബിൽ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, ഗവൺമെന്റിൽ പരാതി കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ നിയമങ്ങൾ കൊണ്ടുവരാം. ഇത് പോലീസുകാരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നോ നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നോ അല്ല. ഇത് ഓരോരുത്തരും വിചാരിക്കേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. ഓരോരുത്തരും ഇതിൽ വീണു പോകാതിരിക്കാൻ ഓരോരുത്തരും നടപടികൾ എടുത്തേ പറ്റൂ. ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ബ്രെയിൻ ബാരിയർ ഉണ്ട്. അതായത് ബ്രെയിനിലേക്ക് അശുദ്ധ രക്തം കടത്തിവിടാതിരിക്കാൻ ഒരു ബാരിയർ ഉണ്ട്, ബ്രെയിൻ ബാരിയർ എന്ന് പറയും. അതേമാതിരി തന്നെ നമുക്കൊരു മൈൻഡ് ബാരിയർ ഉണ്ട്. ഈ മൈൻഡ് ബാരിയറിലേക്ക് പുറമേ നിന്നുള്ള ഇമ്പൾസുകൾ, വേവ്സുകൾ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ കടന്നു കയറാതിരിക്കാനായിട്ട് ഒരു മൈൻഡ് ബാരിയർ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റേഡിയോ തരംഗങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറാത്തതും നമുക്ക് കേൾക്കാൻ പറ്റാതെ വരുന്നത്. ഇതിന്റെ അതായത് നമ്മൾ മൊബൈൽ ടവറുകളിൽ നിന്നും വരുന്ന, ടെലിവിഷനിൽ വരുന്ന എല്ലാ വേവ്സും തരംഗങ്ങളും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളുടെ മനസ്സും എന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് തുളച്ചു കയറാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ സ്ത്രീ പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റില്ല. ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷെ ഇപ്പോൾ ഉണ്ടെന്ന് കരുതേണ്ടതില്ല. ഞാൻ ആ സ്ത്രീയുടെ ടോക്ക് ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കേട്ടു നോക്കി. അത് ഇപ്പോൾ നിലവിലുള്ള, അതായത് നമ്മളുടെ ടവറിൽ നിന്നും വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഇമ്പാക്റ്റ് ആണ്, ഇൻഫ്ലുവൻസ് ആണ് കാണുന്നത്. കാരണം ഇതെന്താണ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാല്, ഞാൻ 2 പേഷ്യൻസിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2 പേഷ്യൻസിന്, അതായത് വൈഫൈ ഉള്ളിടത്ത് പോകാൻ പറ്റില്ല. ഒരാൾ ഒരു അധ്യാപകനായിരുന്നു, കോട്ടയത്ത് തന്നെ ഉള്ളതാണ്, കുമളിയിൽ അവിടെ എവിടെയുള്ള ഒരു അധ്യാപകനാണ്. ഇവിടെ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞത്, എനിക്ക് വൈഫൈ ഉള്ള സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഇത് പല ഡോക്ടർമാരുടെ പോയി പറഞ്ഞു, എനിക്ക് വൈഫൈ ഉള്ളിടത്ത് പോകാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇല്ല. അവസാനം അദ്ദേഹത്തിന് അവര് മാനസിക രോഗത്തിനുള്ള മരുന്നാണ് കൊടുത്തത്. ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ വൈഫൈ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ പോയി നിൽക്കണം, എനിക്ക് അവിടെ എന്തോ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ മനസ്സിലേക്ക്, ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ റേഡിയോ തരംഗങ്ങളും ടെലിവിഷൻ തരംഗങ്ങളും മൊബൈലിന്റെ തരംഗങ്ങളും തരംഗങ്ങളും കയറി പറ്റാൻ ശ്രമിക്കുന്നു. അതുണ്ടാക്കുന്ന ഒരു ആഘാതം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അവർ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇപ്പൊ ഞാൻ ചില കുനിഷ്ഠ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ഗുണം ചെയ്തു എന്നാണ് തോന്നുന്നത്. ഇതേവരെ പിന്നീട് ഓടി വന്നിട്ടില്ല. ഗുണം ചെയ്തു, ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അതേമാതിരി തന്നെ ഇതും നമുക്ക് നേരിട്ടേ മതിയാവും. ഇത് നേരിടണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയുണ്ട്, ടെക്നോളജിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല. നമുക്ക് പരാതി പറയാൻ പറ്റിയ ഇടങ്ങളിലൊന്നും പരാതി പറഞ്ഞിട്ട് ഇതിന് പ്രയോജനവും ഇല്ല. അപ്പോ എന്താ ചെയ്യുക? ഒറ്റ കാര്യമാണ്, ലോലമായ മനസ്സുകളിലേക്ക് മാത്രമേ ഇത് തുളച്ചു കയറുള്ളൂ. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ തരുന്ന സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളുടെ മനസ്സ് പവർഫുൾ ആകണം. ഇപ്പോ ഈശ്വരൻ തന്നെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ ഈശ്വരന് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. ഈശ്വരന്മാർക്ക് അതാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നമ്മുടെ മേലിൽ കയറി കുതിര കയറാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നമ്മളുടെ മനസ്സ് പവർഫുൾ ആക്കി നിർത്താൻ നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ കുട്ടികളുടെ മനസ്സ് പവർഫുൾ ആക്കി നിർത്താനും എങ്ങനെയാണ് മനസ്സ് പവർഫുൾ ആക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. ഇതൊരു പക്ഷേ ഇക്കോളജി ശാസ്ത്രപ്രകാരം ഇതിനെ കാണുന്നത് മനുഷ്യര്
കൂടുതൽ പവർഫുൾ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ടെക്നോളജി ആയിട്ട് വേണേ ഇതിനെ വിലയിരുത്താം. കാരണം ഈ ടെക്നോളജി വരുമ്പോൾ മനുഷ്യന്റെ മനസ്സ് പവർഫുൾ ആയി പറ്റൂ, അവൻ കമ്പൽ ചെയ്യപ്പെടും. അത് ഗുണകരമായ ഒരവസ്ഥയും കൂടിയാണ്. അതായത് മനുഷ്യന്റെ മനസ്സ് കരുത്തുറ്റതായാൽ, അതായത് ഒരു ഡിവൈൻ ഹ്യൂമൻ ബീയിങ്ങിന് തുല്യമായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിനിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്. എന്നാൽ വീക്കായ മനസ്സുകളിൽ അവർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് കേട്ട് ആരെങ്കിലും, എനിക്ക് ടീച്ചർ പറഞ്ഞ് ആളുകൾ ഭയപ്പെടുമോ, ആളുകൾ ഇത് കേട്ടിട്ട് ഭയപ്പെടാൻ സാധ്യതയില്ലേ? ആളുകളുടെ സന്ദേശങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൂടെ വളരെയധികം മെസ്സേജസ് പോയിക്കൊണ്ടിരിക്കുന്നു, ഉണ്ടാവും. തന്നെ ടീച്ചറും അത് കണ്ടു. ഞാൻ പറഞ്ഞത് തന്നെ ടീച്ചറെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനെ തരണം ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറഞ്ഞത് തുടങ്ങിയിരിക്കുന്നത്. കുഞ്ഞിലെ മുതൽ തന്നെ, പ്രഗ്നൻസി പീരീഡിൽ മുതൽ തന്നെ ഈ മനസ്സുകളെ കരുത്തുറ്റതാക്കാൻ നമുക്ക് പറ്റും. ഒരമ്മ വിചാരിച്ചാൽ 11 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞ് ആരായി തീരണമെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ ഡിവൈൻ മദർ തുടങ്ങിയിരിക്കുന്നത്. അതിന് തന്നെ ഇല്ലേ? അതായത് ആ കുഞ്ഞിന് 5-ാം മാസം മുതൽ കാമ്പിയേട്ട് തുടങ്ങും. അതിന് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം, നല്ല സംഗീതം കേൾപ്പിക്കാം. കരുത്തുറ്റതാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് മനസ്സും ബുദ്ധിയും കൂടി ലയം, ഒരമ്മയുടെ മനസ്സും ബുദ്ധിയും കൂടി ലയം സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സ് കരുത്തുറ്റതായി. മനോബുദ്ധി ലയം സംഭവിച്ച ഒരു മനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് ആരാ ചെയ്യുക? ആരാ ചെയ്തു തുടങ്ങുക? അമ്മമാർ തന്നെ തുടങ്ങിയേ പറ്റൂ. മനോബുദ്ധി ലയം സംഭവിപ്പിക്കണം. സകല കുട്ടികളിലും അത് സംഭവിപ്പിക്കണം. അത് 11 വയസ്സിന് മുമ്പ് തന്നെ സംഭവിപ്പിക്കണം. ഇതിന് പ്രഗ്നൻസി പീരീഡ് മുതൽ അമ്മമാർ പ്രയത്നിച്ചേ മതിയാവൂ എന്ന സന്ദേശമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപകടം ഇപ്പോൾ യൂട്യൂബിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് മുൻകൂട്ടി തന്നെ തുടങ്ങി എന്നത് മഹാഭാഗ്യമായിട്ട് വേണം കണക്കാക്കാൻ. ഇത് കാര്യമായ ഇൻഫ്ലുവൻസ് തുടങ്ങിയിട്ടില്ല, പക്ഷേ ഉണ്ടാവില്ല എന്ന് പറയാനും നമുക്കാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ടത് 2-3 കാര്യങ്ങൾ എല്ലാവരും ഇന്നു മുതൽ ശ്രദ്ധിച്ചു തുടങ്ങുക. ഒന്ന്, ഒരു കാര്യം നമുക്കറിയാം, മനസ്സ് എന്ന് പറയുന്നത് അന്നമാണ്. അന്നമയ കോശമാണ് മനോമയ കോശം. അപ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ മനസ്സ് കരുത്തിട്ടുള്ളതാകും. മനസ്സിന് ബലം കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. എന്ത് ശ്രദ്ധിച്ചാലാണ് നമുക്ക് മനസ്സ് കരുത്തുറ്റതാകുക? അന്നങ്ങൾ 5ഉം വിധിച്ചതാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി തുടങ്ങണം. 5 അന്നങ്ങളും വിധിച്ചതാക്കണം. വിധിച്ച ഭക്ഷണം, വിധിച്ച വെള്ളം, വിധിച്ച വായു, വിധിച്ച അഗ്നി, വിധിച്ച ശബ്ദം. ഈ 5 അന്നങ്ങളും വിധിച്ചതാക്കാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ മതിയാവും. വിധിച്ച അന്നങ്ങൾ 5ഉം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വിധിച്ച അന്നം പോലെ തന്നെ വിധിച്ച ഇണയുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വിധിച്ച അന്നങ്ങൾ കൊടുത്ത് വളർത്തി വരുന്ന കുഞ്ഞ്, ഒരു പെൺകുട്ടിക്ക് 16ാമത്തെ വയസ്സിൽ അതിന് വിധിച്ച ഇണയെ കണ്ടെത്താനുള്ള ഫിറമോൺ പ്രസരിപ്പിക്കാൻ പറ്റും. അതാണ് മനസ്സിന്റെ കഴിവ്. അതായത് ഒരു സുഗന്ധം പ്രചരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് വിധിച്ച ഇണ വന്നു ചേരും. ഇത്രയും കഴിവുള്ള നമ്മളുടെ മനുഷ്യ ശരീരം, നമ്മളുടെ മനസ്സ്, അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നാക്രമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അന്നം കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എല്ലാവരും ആരംഭിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് പ്രഗ്നൻസി മുതൽ 11 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള നടപടി എടുത്തേ പറ്റൂ. അതോടൊപ്പം 2ാമത്തെ കാര്യം, മനോബുദ്ധി ലയം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ തന്നെ ശംഖുലി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ശംഖുലി
ശംഖുലിയിലൂടെ നമുക്കിതിനെ തരണം ചെയ്യാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻഫ്ലുവൻസിനെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കാൻ ശംഖുലിക്ക് കഴിയും. ഇത് യോഗാശാസ്ത്രത്തിൽ ഉള്ള ഭ്രമരി എന്ന് പറയുന്ന എക്സർസൈസ് തന്നെയാണ് ഭ്രമരി. ഈ ഭ്രമരിയുടെ മറ്റൊരു രൂപം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ശംഖുലി. അപ്പൊ നമുക്ക് ശംഖുലിക്ക് നേരിടാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശംഖുലിക്ക് നേരിടാൻ കഴിയുമെങ്കിൽ ഭ്രമരിക്കും നേരിടാം. എങ്കിൽ ഇവിടെ നമ്മൾ യോഗാഭ്യാസം പഠിപ്പിക്കുന്ന സകല അധ്യാപകരും, യോഗ ചെയ്യുന്ന സകലരും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഭ്രമരിക്കാണ്. ഇന്ന് യോഗാശാസ്ത്രത്തില് ഭ്രമരിക്ക് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതൊരു സൈഡായിട്ട് എന്തൊക്കെയോ കുറച്ച് ചെയ്ത് പോണതല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ബാക്കിയുള്ള എക്സർസൈസുകൾക്കാണ്. ഈ എക്സർസൈസുകൾക്കും പകരം ഇനി മുതൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യാപകമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യോഗാശാസ്ത്രം ശക്തമായി ഭ്രമരി പ്രചരിപ്പിച്ചേ മതിയാവും. ഭ്രമരി എന്ന് പറയുന്ന ആ ഭാഗം വളരെ ശക്തമായി അതിനെ മുൻഗണന കൊടുത്ത് യോഗാശാസ്ത്രം ഇറങ്ങിയില്ലെങ്കിൽ നല്ലൊരു ശതമാനം മനുഷ്യര് ഇതിന് കീഴ്പ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഭ്രമരി, യോഗാശാസ്ത്രത്തിൽ ഭ്രമരി ഒന്നൊരു എക്സർസൈസ്, അതാണ് നമ്മുടെ ശംഖുലി. പിന്നെ നമ്മളുടെ ഒപ്പമുള്ളതാണ് ഡിവൈൻ മദേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മനോബുദ്ധി ലയം എന്ന് പറയുന്ന ഒരു കാര്യം. മനസ്സും ബുദ്ധിയും കൂടെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ ഭയവും ഇവിടെ വേണ്ട. ആ മനോബുദ്ധി ലയം നമുക്ക് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗാശാസ്ത്രവുമായി ചേർന്ന് ഡിവൈൻ മദർ പോകേണ്ടി വരും. ഇനി മുതൽ ചേർന്ന് പോകേണ്ടി വരും. നമ്മളിപ്പോ എറണാകുളത്ത് ക്ലാസ് നടക്കുന്ന രുദ്ര യോഗ സെന്റർ, സുധീർ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന രുദ്ര യോഗ സെന്ററില് യോഗാ ദിനത്തില് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താണെന്ന് വെച്ചാല് യോഗയുടെ സിലബസിൽ നമ്മളുടെ എക്സർസൈസും ശംഖുലിയും കൂടി കയറ്റാനായിട്ട് തീരുമാനിച്ച് യോഗ സിലബസ് പുനരാവിഷ്കരിക്കുകയാണ്. ഇതെല്ലാ യോഗ സെന്ററുകളിലും നടക്കണം. ഇതിലെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയില്ല. നമ്മൾ കഴിയുന്നത്ര പ്രചരിപ്പിക്കാം, പറയാം. കാരണം ഇതല്ലാതെ വേറെ വഴി നമ്മളുടെ മുന്നിൽ ഇല്ല. ഇതോടെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. കാരണം ഈ ഭൂമിയിലെ സകല മനുഷ്യരും മനോബുദ്ധി ലയം സംഭവിച്ച പട്ടാഭിഷേകം ചെയ്യപ്പെട്ട മനുഷ്യരായി മാറ്റപ്പെടുമെങ്കിൽ ഡിവൈൻ ഹ്യൂമൻ ബീയിങ് ആയി നമ്മൾ അതിവേഗം അതിലേക്ക് കടക്കാനുള്ള സാധ്യതയും വരികയാണ്. പിറന്നു വീഴുന്ന സകല കുഞ്ഞുങ്ങളെയും അങ്ങനെ ആക്കാമെങ്കിൽ നമ്മൾ ലക്ഷ്യമിട്ട കാര്യം ദ്രുതഗതിയിൽ നടക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളെന്താ സന്തോഷിക്കല്ലേ വേണ്ടേ? നമ്മൾ സന്തോഷിക്കണം. ഡിവൈൻ മദറിൽപ്പെട്ട എല്ലാവരും സന്തോഷിക്കണം. അതോടൊപ്പം ശക്തമായി ഒരു മടിയുമില്ലാതെ അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. പ്രഗ്നൻസി പീരീഡിലുള്ള എല്ലാവരും ഞാൻ ആ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് 11ാമത്തെ വയസ്സിൽ കുട്ടികൾ മച്ചുവർ ആകും, പെൺകുട്ടികൾ മെൻസസ് ആകും, ആൺകുട്ടികളുടെ ശബ്ദം മാറ്റം, രോമങ്ങൾക്കെല്ലാം വരും. ഇത് ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഈ ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നത് മനുഷ്യരല്ല. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും അതിൽ പങ്കില്ല. അത് പ്രകൃതിയാണ് ചെയ്യുന്നത്. പ്രകൃതി ചെയ്യുന്നതിന് മുമ്പ്, ലൈംഗിക കേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികളുടെ ആജ്ഞാകേന്ദ്രം ആക്ടിവേറ്റ് ചെയ്യണം. അതിന് അമ്മമാർ മനോബുദ്ധി ലയം, ധ്യാനം, സന്നിധാന ധ്യാനം എന്നാണ് നമ്മളതിനെ വിളിച്ചത്. ആ ധ്യാനം പരിശീലിക്കണം. ഇത് എല്ലാവരും ചെയ്തു തുടങ്ങിക്കൊള്ളുക, എല്ലാ മനുഷ്യരും ചെയ്തു തുടങ്ങിക്കൊള്ളുക. ചെയ്തേ പറ്റൂ എന്ന സാഹചര്യത്തിലേക്കായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കൊണ്ട് എത്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ കമ്പനി ചെയ്യപ്പെടും.
ടെക്നോളജിയെ തടയാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം, സകലർക്കും അറിയാം. ഒരു ടെക്നോളജിയും തടയാനാവില്ല. അത് അത്രമാത്രം യുവാക്കളിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വരും തലമുറയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ഡിവൈൻ മദറിൽപ്പെട്ട ആൾക്കാരും നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഈ സന്നിധാന ധ്യാനം പ്രാക്ടീസ് ചെയ്യിക്കുക, ശങ്കുലി ചെയ്യിക്കുക. യോഗ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിക്കുകയും അവരുടെ പ്രൈമറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ യോഗാ ദിനം മുതൽ പ്രൈമറിക്ക് ആയിരിക്കണം മുൻഗണന. കാരണം എത്രയോ വർഷം മുമ്പ് രൂപകൽപ്പന ചെയ്തതാണ്, പതഞ്ജലി മഹർഷി രൂപകൽപ്പന ചെയ്ത യോഗാശാസ്ത്രമാണ് നമ്മൾ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ മനുഷ്യരല്ല ഇന്നത്തെ മനുഷ്യർ, അന്നത്തെ ടെക്നോളജിയോ ഉപകരണങ്ങളല്ല ഇന്നത്തേത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി വളരെ അപകടകരമായ ഒരു ടെക്നോളജി വരുമ്പോൾ യോഗാശാസ്ത്രം മുന്നിട്ടിറങ്ങണം, ശക്തമായി മുന്നിട്ടിറങ്ങണം. യോഗ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പ്രൈമറിയെ അതിൻ്റെ പ്രാധാന്യത്തോടെ വേണമെന്നുണ്ടെങ്കിൽ അത് ശങ്കുലിയായി പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് അത് യോഗ ക്ലാസ്സുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു സൊല്യൂഷനായി ഞാൻ കാണുന്നത്. അപ്പൊ അത് ചെയ്താൽ ഗുണം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി അറ്റാക്ക് ചെയ്തപ്പോ ഞാൻ എന്താ ചെയ്തതെന്നൂടി പറയാം. വൈഫൈ ഉള്ളിടത്ത് പോകാൻ പറ്റാത്തവർ, വൈഫൈ ഉപയോഗിക്കാൻ പറ്റാത്തവർ, അവരെ എന്താണ് ഉപദ്രവം ഉണ്ടാകണമെന്ന് അവർക്ക് പറയാൻ അറിയാത്തവർ, അവരോട് ഞാൻ ചെയ്തത്, എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. രക്തചന്ദനം അതിന് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ അബ്സോർവ് ചെയ്ത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റുമെന്നുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവർക്ക് രക്തചന്ദന മാലയാണ് കൊടുത്തത്. രക്തചന്ദന മാല കഴുത്തിലിട്ടുള്ളാൻ പറഞ്ഞു. അത് നമ്മൾ ആദ്യത്തെ ഡിവൈൻ മദർ ഏറ്റുമാനൂർ നടത്തിയപ്പോ നമ്മൾ അവിടെ വന്ന എല്ലാ ഡിവൈൻ മദേഴ്സിനും, പ്രഗ്നന്റ് ആയവർക്ക് എല്ലാവർക്കും രക്തചന്ദന മാല ഞാൻ കൊടുത്തിരുന്നു. ആലപ്പുഴയിൽ നടത്തിയപ്പോൾ അത് കൊടുക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് രണ്ടാമത് നമ്മൾ വിചാരിച്ചത്. ആ മാലയ്ക്കാണെങ്കിൽ 10,200 രൂപ വിലയുണ്ട്, രക്തചന്ദന മാലയ്ക്കുണ്ട്. തിരുവനന്തപുരത്ത് പോയി വാങ്ങണം. അപ്പോ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ധരിച്ചു. എന്നാൽ ഇത് ആവശ്യമായി വരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചന തരുന്നത്. ഈ കോട്ടയത്തെ ആ സ്ത്രീക്കും ഈ ഇൻഫ്ലുവൻസ് ആണ്, ഈ നമ്മുടെ മൊബൈലിന്റെ ഫോണിന്റെ ഇൻഫ്ലുവൻസ് ആണ് അവരിലും കണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അവർക്കും ഈ രക്തചന്ദന മാല ധരിക്കാം, സന്നിധാന ധ്യാനം ചെയ്യാം, അന്നം കറക്റ്റ് ചെയ്യാം, ശങ്കുലി ചെയ്താൽ അവരെ പോലെയുള്ള 10-200 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കൺഫേം ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി നമ്മളുടെ ഈ മേഖലയിലെ ഡിവൈൻ മദേഴ്സിന്റെ സംശയങ്ങൾ സെബാസ്റ്റ്യൻ സാർ കയറിയോ? ഇതെങ്ങനെ കയറി സെബാസ്റ്റ്യൻ സാറിനെ എനിക്ക് കാണാം. സാറിനെ കേട്ടിട്ട് കുറെ ആഴ്ചകളായി. അപ്പൊ അതുകൊണ്ട് സാറിനെ കേൾക്കണം നിർബന്ധിച്ചു. ചൊവ്വാഴ്ച അവിടെ വരാൻ പറ്റിയില്ല, എനിക്ക് കൊമരകത്ത് പോകണമായിരുന്നു. ഒരു കിസാൻ മേള ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയുടെ ഒരു ടോക്കും ഒരു കാര്യങ്ങളുമായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പോയത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കടുത്തുരുത്തി വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് കയറാന്ന് വിചാരിച്ചു സാർ. അത്രേ ഉള്ളൂ. ഓക്കെ. ഞാനും കരുതി ഞങ്ങള് കടുത്തുരുത്തി വന്നിട്ട് സെബാസ്റ്റ്യൻ സാറിനെ കണ്ടില്ലല്ലോ. ഈ കൊമരകത്തെ പ്രോഗ്രാം നമ്മൾ ഏറ്റുമാനൂരത്തെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പം അന്നൊരു പ്രോഗ്രാം നടന്നില്ലേ, പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഈ പുതിയ മിനിസ്റ്റർ വന്നിട്ട് പിന്നെ ജോർജ് കുര്യൻ മിനിസ്റ്റർ വന്നിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ KVK എന്നും വിളിച്ചു. പിന്നെ ഞാൻ ഈ കിസാൻ മോർച്ചയ്ക്ക് വർഷങ്ങളായിട്ട് സാറെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അവരുടെ ഒരു സ്നേഹബന്ധം വെച്ചിട്ട് വിളിച്ചതാണ്.
അതുകൊണ്ട് മിനിസ്റ്ററോട് സംസാരിക്കാൻ പറ്റി, കുറച്ച് സമയം സംസാരിച്ചു, പിന്നെ ആ പ്രോഗ്രാമിനും പങ്കെടുത്തു. അതാണ് വരാഞ്ഞത്. ഓക്കെ സാർ. ഓക്കെ, നാളെ ഞാന് ഏറ്റുമാനൂരുണ്ട്. ഏറ്റുമാനൂര് ഇനി നമുക്ക് സംശയത്തിനുള്ള സമയമാണ്. സംശയ നിവാരണ സമയം ഒരുപാടുണ്ട്. കാരണം ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊരു മൈൻഡിനെ പറ്റി, മൈൻഡിന്റെ ഡെഫിനിഷൻ, ഇപ്പൊ നമ്മൾ വാനപ്രസ്ഥം കോഴ്സുകളില് മൈൻഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത്, ബുദ്ധി എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇപ്പോ വാനപ്രസ്ഥം പഠിക്കാത്തവരായിരിക്കും കൂടുതൽ, അവരുടെ സംശയങ്ങൾ എന്താണ് ഇത് അപകടകരമാണ്. ഒരു കാര്യം ഉറപ്പ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപകടകരമാണ്. ആറ്റം ബോംബിനേക്കാളും അപകടകരമായ ഒരു ടെക്നോളജിയാണ്. മനുഷ്യന്റെ സമാധാനത്തോടെയുള്ള ജീവിതത്തെ ഉപദ്രവകരമാക്കി തീർക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഇതിനെ നേരിട്ടേ പറ്റൂ. ഒരു ഗവൺമെന്റിനും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. വ്യക്തികൾക്ക് ഇത് തോന്നിയ വാസങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ആരെയാണ് എങ്ങനെയാണ് പിടിച്ചു തീർക്കുക, ഇതിന് നിയമനിർമ്മാണം നടത്തുന്ന എല്ലാ രാജ്യങ്ങളും കൂടി നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഓരോ ഇൻഡിവിജ്വലും വിചാരിച്ചാല് ഇതിനെ നമുക്ക് നേരിടാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ തീർക്കാം, ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡില്ലി ടീച്ചർ പോയോ? ഇല്ല സാറേ, ഡൗട്ട് ഉള്ളവര്, സംശയങ്ങളുള്ളവര് ഹാൻഡ് റൈസ് ചെയ്ത് സാറിനോട് ചോദിക്കാവുന്നതാണ്. ഡില്ലി ടീച്ചറിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? മനസ്സിലായോ? മനസ്സിലായി സാർ. അതായത് ലോലമായ മനസ്സുകൾ, കരുത്തില്ലാത്ത മനസ്സുകൾ അതിൽ വീണു പോകും. അപ്പൊ അടുത്തത് ആരുടെ കൈ പൊക്കിയിട്ടുണ്ടോ? പറഞ്ഞോളൂ. ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ചു. ഓണാക്കി. എന്റെ പേര് ഐശ്വര്യ, തൃശ്ശൂരിന്നാണ്. സാർ പറഞ്ഞ കാര്യം അനുഭവത്തിലുള്ള ഒരാളാണ് ഞാന്. ഇത്ര പേര് എന്റെ തോന്നലാന്ന ചിലതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എന്റെ അച്ഛന് വൈഫൈയും ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. എനിക്ക് 5 മുതൽ 6 മണിക്കൂറിന് മുകളില് മോണിറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാല് തൈറോയിഡ് ആ ഭാഗത്ത് എന്തോ ഗ്ലാൻഡ് വീർക്കും, വെള്ളം ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളോ മൊബൈലോ അധികം ഉപയോഗിക്കാറില്ല. അത് എന്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അനുഭവം. അതെ, ഇതാണ്. അപ്പോ ഒരു ഫിസിക്കൽ ഡിസീസ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിലും ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സ് എങ്ങനെയാണ് കരുത്താക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അന്നങ്ങൾ 5 കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിധിച്ച അന്നം ഒരു നേരമെങ്കിലും കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. വേവിക്കാത്തത് എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ നമുക്ക് പറ്റണം. മാസത്തിൽ ഞങ്ങൾ അതുകൊണ്ട് ഒരു ഏകാദശി കൂട്ടായ്മ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഏകാദശി മാസത്തിൽ 2 ഏകാദശി ദിവസം എല്ലാവരും എന്താണ് കഴിക്കണമെന്ന് ഗ്രൂപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. വിധിച്ച അന്നങ്ങള്, വേവിക്കാത്ത അന്നങ്ങള് വയറ് നിറയ്ക്കുക. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് അന്നം കറക്റ്റ് ചെയ്യാം, ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് സന്നിധാന ധ്യാനം ചെയ്യാം. സന്നിധാന ധ്യാനം അറിയാവോ? ഇല്ല സാർ, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഡിവൈൻ മദറിലൂടെ സന്നിധാന ധ്യാനവും ശംഖുലിയും പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഇണക്കാം കേട്ടോ. സന്നിധാന ധ്യാനവും ശംഖുലിയും ചെയ്താൽ ഒരു കാരണവശാലും ഈ പ്രശ്നം ഇൻഫ്ലുവൻസ് വരില്ല. പിടികിട്ടില്ല? എനിക്കറിയാലോ, അപ്പൊ മാറിക്കഴിഞ്ഞാൽ ഞാന് എന്താ പറയാ, സാക്ഷിയാണ്. അതെ,
അതെ അതെ അതെ, അത് ചെയ്യണം. ഏതായാലും അന്നം കറക്റ്റ് ചെയ്തോളുക. മനസ്സ് കരുത്താക്കാനായിട്ടുള്ള ശംഖുലിയും, അതായത് നമ്മളിപ്പോ നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ, അതൊന്ന് കണ്ടോ? നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിലൂടെ ഈ കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനകത്ത് പൈസ ഒന്നും കൊടുക്കണ്ട. എല്ലാവരും തന്നെ നമ്മളുടെ ഡിവൈൻ മദർ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവരും തന്നെ നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ, അതാണ് നമ്മളുടെ കമ്പനിയാണ്. സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കമ്പനിയാണ്. ആ കമ്പനിയാണ് ഈ ഡിവൈൻ മദറും കുട്ടികളുടെ പാഠശാലയും വയസ്സായവരുടെ വാനപ്രസ്ഥവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ എഡ്യൂക്കേഷൻ വിഭാഗമാണിത്. അപ്പൊ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുന്നത്ര ആൾക്കാര് നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷന്റെ ആ ചാനലില് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. ഈ ക്ലാസ്സുകൾ എറണാകുളത്ത് നടക്കുന്ന ക്ലാസ്സുകളാണ്. എറണാകുളത്തൊക്കെ നടക്കുന്ന ക്ലാസ്സുകൾ അഭിലാഷ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ വന്ന് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്തിട്ടിരിക്കും. അപ്പൊ യൂട്യൂബിലേക്കും വന്നിട്ടിരിക്കും. അപ്പൊ അതിനകത്ത് എക്സർസൈസും വരും, ശംഖുലിയും വരും, ധ്യാനവും വരും. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് ക്ലബ് ചെയ്താൽ മതി. ഡിവൈൻ മദറും നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ ചാനലും തമ്മിൽ ഒന്ന് ക്ലബ്ഡ് ആണ്. പക്ഷെ ഇതുവരെ അറിയിപ്പ് ഇങ്ങനെ തന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡിവൈൻ മദറും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ ആണ്. കാരണം ഇപ്പൊ ലോകം മുഴുവൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനുള്ള പരിഹാരമാണ് നമ്മൾ ഇതിലൂടെ ചെയ്തിട്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇതിനെതിരെ എന്ത് നിയമം ഉണ്ടാക്കാന്ന് കൂടിയാലോചന രാജ്യങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അപകടമാണെന്ന് എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ വൈഫൈ പോകാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പേഷ്യൻസിനെ, എൻ്റെ അടുക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇട്ടു നോക്കാവുന്നതാണ്. ഈ വൈഫൈക്കാർക്ക് രക്തചന്ദന മാല കൈരളി എംപോറിയംസി കിട്ടും. അതായത് ഗവൺമെന്റിന്റെ SMSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റിൻ്റെതാണ്. അതായത് കരകൗശല വികസന കോർപ്പറേഷൻ ആണത്. ഗവൺമെന്റിന്റെ കരകൗശല വികസന കോർപ്പറേഷൻ അതിന്റെ സെയിൽസ് ഔട്ട്ലെറ്റ്സ് ആണ് കൈരളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എല്ലാ ടൗണുകളിലും അതുണ്ട്. കൈരളി എംപോറിയം ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇത് നടത്തുക. ഇവരുടെ എല്ലാ കടകളിലും ഈ രക്തചന്ദന മാല കിട്ടും. രക്തചന്ദന മാല കഴുത്തിൽ ധരിച്ചു നോക്കുകയും വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കും. വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒപ്പം നമുക്കിപ്പോ ഒരു കാര്യം കൂടി ചെയ്യാം. രക്തചന്ദനം വീടുകളിൽ വെച്ചുപിടിപ്പിക്കുകയും വേണ്ടി വരും. ചെടി വീട്ടുമുറ്റത്ത് വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ രക്തചന്ദനം വെച്ചുപിടിപ്പിക്കുക. ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവ്ഡ് ആണോ അല്ലയോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ചില തരം സസ്യങ്ങൾക്ക് ഇത്തരം റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ അതിൽ പ്രധാനി രക്തചന്ദനമായിരിക്കാനും സാധ്യതയുണ്ട്. ഭാവിയിലായിരിക്കും നമുക്കിത് പ്രൂവ് ചെയ്ത് വരിക. അന്നേരം വെച്ചുപിടിപ്പിച്ച് വരാൻ കാലതാമസം വരില്ലേ? ഇപ്പോഴേ ഒരു നഷ്ടമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു മരമാണ് രക്തചന്ദനം. ചെടികൾ വിൽക്കുന്ന നഴ്സറികളിൽ കിട്ടുമത്. ആ രക്തചന്ദനം വെച്ചുപിടിപ്പിക്കുക. പിന്നെ ഡിവൈൻ മദർ സ്ട്രോങ് ആക്കിക്കൊള്ളണം. എല്ലാവരും കൂടി വളരെ സ്ട്രോങ് ആക്കിയിട്ട് എല്ലാ അമ്മമാരിലേക്കും ഈ സന്ദേശം എത്തിക്കാനുള്ള നടപടികൾ എടുക്കണം. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? വൈഫൈ ഉണ്ടെങ്കിൽ, വൈഫൈ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല, വൈഫൈ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതല്ലേ വന്നിരിക്കണത്? ഇതാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിശ്വസിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു.
എൻ്റെ അടുക്കെ വന്ന് കൃത്യമായി വന്നിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭ്രാന്തല്ല സാറേ, സാർ എന്റെ കൂട്ടത്തിൽ വൈകിട്ട് ഞാൻ കാണിച്ചു തരാം. അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന് ഒരിടത്ത്. അപ്പോഴാണ് ഇദ്ദേഹം കൺഫേം ചെയ്തത് വൈഫൈ അവിടെ ഉണ്ടോ. എന്നിട്ട് ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗിയിൽ പോയി കയറേണ്ടി വന്നു. ലാസ്റ്റ് ബോഗിയിൽ പോയി കയറി ദൂരെ മാറി കയറേണ്ടി വന്ന മനുഷ്യൻ. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ആകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? കാരണം അവര് മനസ്സുകൾ മനസ്സിലാക്കിയിട്ട് ഇത് കച്ചവട താല്പര്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അതായത് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് എന്ത് സാധനമാണ് കൂടുതൽ ഇഷ്ടം എന്നറിയാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടെക്നോളജിയാണ്. പക്ഷേ ഈ ടെക്നോളജി മനുഷ്യനെ സ്വാധീനിക്കില്ലേ? മനുഷ്യന്റെ മനസ്സിൽ കയറും. പണ്ട് കാലത്ത് പണ്ടത്തെ സന്യാസിമാർക്കും നമ്മുടെ കഥകളിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമുണ്ട്, പരകായ പ്രവേശം എന്ന്. മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറുക. അതായത് നമ്മളുടെ സൂക്ഷ്മ ശരീരം മറ്റുള്ളവരിൽ കയറി നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുക. ഈ സെയിം ആണ് ഇതിവിടെ സംഭവിക്കാൻ പോവുക. പരകായ പ്രവേശം എന്ന് പറയുന്ന സാധനം. ഇത് സംഭവിക്കാൻ കാരണം ഇതാണ്. ഈ പരകായ പ്രവേശം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ടെക്നോളജിയാണ്. അതെല്ലാവർക്കും ചെയ്യാനും പറ്റില്ല. അതുപോലെ തപസ് ചെയ്ത് ഓരോരുത്തരും നേടിയെടുത്ത ഇതാണ് സിദ്ധികളാണത്. ഇതല്ലേ എല്ലാ മനുഷ്യരും ടെക്നോളജി മെഷീൻ കാർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റോബോട്ടുകളാണ്. മറ്റത് ഒരു മനുഷ്യൻ ചിലപ്പോ അവന്റെ 60 വർഷത്തെ പ്രയത്നം കൊണ്ടായിരിക്കും അവനത് പറ്റുക. ഇതല്ല മിനിറ്റ് കണക്കിന് ഉപകരണങ്ങൾ, റോബോട്ടുകൾ ഇറങ്ങില്ലേ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം കാര്യങ്ങളാണ്. നമ്മളുടെ മനസ്സ് പവർഫുൾ ആക്കുക. ഇത് ചെയ്യുന്നതിന് ആരും തടസ്സമല്ല. മനസ്സെങ്ങനെ പവർഫുൾ ആക്കാമെന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു കഴിഞ്ഞാൽ മനസ്സ് പവർഫുൾ ആണ്, സൂക്ഷ്മ ശരീരം പവർഫുൾ ആണ്. അതില് മൈൻഡ് ബാരിയറെ അതിന്റെ മൈൻഡ് ബാരിയറെ മറികടക്കാനായിട്ട് പുറമേ നിന്നുള്ള ഒരു സാധനത്തിനും പറ്റില്ല. ഇപ്പൊ ഒരു മനുഷ്യന്റെ ഇൻഫ്ലുവൻസും അത് പറ്റില്ല. അതുകൊണ്ട് അതിന്റെ അനന്തര ഫലം മനുഷ്യർ നല്ല മനുഷ്യരാകും എന്നുള്ളതാണ്. അതില് മനസ്സും ബുദ്ധിയും കൂടി ലയിച്ച ഒരു വ്യക്തിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ശരി തെറ്റുകളെ വിവേചിച്ചെടുക്കാനുള്ള ബുദ്ധി കൂട്ടിൽ വരികയാണ് ചെയ്യുക. അപ്പൊ ഒരുപക്ഷെ മനുഷ്യരെ ഈ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ടെക്നോളജി എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇനി ആരെങ്കിലും മനസ്സിലായല്ലോ, കാര്യം പിടികിട്ടില്ലേ? ഇതില് സബ്സ്ക്രൈബ് ചെയ്തോട്ടുക. എന്നിട്ട് അല്ലെങ്കിൽ ഈ ഡിവൈൻ മദേഴ്സിന് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം. ശങ്കുലിയും ഇതും. ഭ്രമരിയുടെ കാര്യത്തില് യോഗാശാസ്ത്രത്തിൽ ഒരിടത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. ബാക്കിയുള്ള യോഗ പഠന കേന്ദ്രങ്ങളിലെല്ലാം നമുക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കാം. അവര് വേറെ ഒന്നും ചെയ്യേണ്ട. അവരുടെ ഭ്രമരി എന്ന് പറയുന്ന എക്സർസൈസ് അതിന് മുൻഗണന കൊടുക്കണം. ഫിസിക്കൽ ബോഡിയുടെ എക്സർസൈസിന് രണ്ടാം സ്ഥാനമേ കൊടുക്കാവൂ. അതുള്ള ഒരു സാധനം ചെയ്യാം. ഓക്കെ, ഇനി എന്താ? സംശയമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിച്ചോളൂ. ഈ തൈറോയ്ഡ് ഉള്ള ആള് അകത്തി കഴിക്കണുണ്ടോ? അകത്തി ഇപ്പൊ കഴിക്കണില്ല. തൈറോയ്ഡ് ഇല്ല, പക്ഷെ ഇങ്ങനെ കാണുമ്പോ മാത്രം കുറെ നേരം മാത്രം വെള്ളം ഇറക്കാൻ കഴിയില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല. ഫോണൊന്നും ഉപയോഗിക്കാറില്ല അധികം കൂടുതൽ നേരം. കുഴപ്പമില്ല. എന്നാലും ആ വേവ്സ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഉണ്ട് തീർച്ചയായും. അപ്പൊ ഒരു കാര്യം ചെയ്യണം. പൂവരശിന്റെ പൊടി എഴുതിയെടുത്തോ. പൂവരശിന്റെ പൊടി എല്ലാവരും ചെയ്യേണ്ട ഒരു സാധനമാണത്. എല്ലാവരും ചെയ്യേണ്ട ഒരു സാധനമാണ് പൂവരശിന്റെ പൊടി.
അകത്തിയുടെ പൊടി, അകത്തി, ഈ 2 പൊടിയും വരുത്തണം. എല്ലാവരും വരുത്തിക്കൊള്ളൂ. കാരണം പൂവരശിന്റെ പൊടി എന്തിനാണെന്നുള്ളത് വെച്ചാൽ അത് കുടിവെള്ളത്തിനുള്ളതാണ്. 1 സ്പൂൺ പൊടി 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുക. ദാഹശമനി പോലെ ഉപയോഗിക്കാനുള്ള ഒരു പൊടിയാണ് പൂവരശിന്റെ പൊടി. ഇതെല്ലാരും ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ കീടനാശിനിയുടെ അംശങ്ങൾ കടന്നുകൂടുന്നുണ്ട്. കാരണം കംപ്ലീറ്റ് മായം ചേർന്ന സാധനങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത്. കീടനാശിനിയുടെ അംശവും ഉണ്ട്. ഇതെല്ലാം എല്ലാവരുടെയും ലിവറുകളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലിവറിന് കരുത്ത് പകരാനുള്ള സാധനമാണ് പൂവരശൻ. അപ്പൊ പൂവരശിന്റെ പൊടി 1 സ്പൂൺ 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം. അപ്പൊ പൂവരശി വാങ്ങണം. അകത്തിപ്പൊടി, ഈ അകത്തിയുടെ പൊടി 1/4 സ്പൂൺ 1 സ്പൂൺ നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ച് 2 നേരം കഴിക്കുക. 2 നേരം കഴിക്കുക അകത്തിപ്പൊടി. ഇത് വാങ്ങേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അതുല്യ 790 732 57 39 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഈ സാധനം അയച്ചു തരും. ഒന്നുകൂടി ഞാൻ നമ്പർ പറയാം. 79 07 32 57 39. പേര് അതുല്യ. കാരണം നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ഭയങ്കരമായ ഡിമാൻഡും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തൈറോയ്ഡ് പ്രോബ്ലം ഇല്ലെങ്കിലും ആ ഗ്ലാൻഡിനെ ഈ വേവ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിച്ചു നോക്ക്. ഈ മാല കിട്ടുമെങ്കിൽ അതും മേടിച്ച് കഴുത്തിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ അനുഭവത്തിൽ. ഓക്കെ, ഇനി ആരെങ്കിലും? ഓക്കെ, ഗീത മാഡം ചോദിച്ചോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏവൂരുള്ളതാണ്. ഗീതമ്മയല്ലേ? അതെ. എന്താണ് ഗീതമ്മയുടെ സംശയം? ഒരിക്കലും തീരില്ല. നേരം കൊണ്ട് വിളിച്ച് 2-3 പ്രാവശ്യം സാറ് എടുത്തില്ല. അവർക്ക് തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശബ്ദമില്ല, സംസാരിക്കാൻ കഴിയില്ല. ഭയങ്കര സങ്കടമാണ്. എന്തോ ചെയ്യും? അവരെ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ല ആലപ്പുഴയില്? അവര് ഞങ്ങളുടെ നാരായണീയത്തിലുള്ളത്. അവരിപ്പോ ആരെ അഭിമുഖീകരിക്കത്തില്ല, ഞങ്ങളെ ഒന്നും കാണത്തു പോലുമില്ല. അവര് അകത്ത് തന്നെ ഇരിക്കും. അവർക്ക് അങ്ങ് സങ്കടമാണ്. നല്ലോണം നാരായണിയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ഇല്ല, അവിടെ പോയി കാണുക. ചിലപ്പോൾ നമ്മുടെ ശങ്കൊലിക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ശങ്കൊലി അറിയാലോ? ശങ്കൊലി അറിയാം. നമ്മളുടെ ആന്തരിക ആകാശത്തിൽ ശബ്ദമുണ്ടാക്കലാണത്. ശങ്കൊലിക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ ഓപ്പറേഷനിൽ എത്രമാത്രം ഡാമേജ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന്, അതായത് വോക്കൽ കോഡിന് എത്രമാത്രം ഡാമേജ് പറ്റിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ നിരാശപ്പെടണ്ട, വരാൻ പറയുക. അടുത്ത മാസം രണ്ടാമത്തെ ബുധനാഴ്ച ആലപ്പുഴയിൽ കൂട്ടിക്കൊണ്ട് വരണം. അതാണ് നമ്മളുടെ ജോലി കേട്ടാ. അവർക്ക് നേരിടാൻ ബുദ്ധിമുട്ട് വരും. നേരിടാൻ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവരെ പോയി കണ്ട് അവരെ സമാധാനിപ്പിക്കുക, അവരെ കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ശങ്കുലി ഗീതമ്മ ചെയ്യണമെങ്കിൽ ശങ്കുലി അവരെ കൊണ്ട് ജയിച്ചു തുടങ്ങുക. ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുക? പിന്നെ സാറാ ഇതിനുള്ള ഒരു വീഡിയോ വല്ലതും ഉണ്ടോ? ഏത്? ഈ ഇതിനുള്ള പരിഹാരത്തിനുള്ള സാറിന്റെ വീഡിയോ വല്ലതും ഉണ്ടോ? ഈ തൈറോയിഡിന്റെ ശബ്ദം വരാനായിട്ട്? ഇല്ല, അങ്ങനെ വീഡിയോ വന്നിട്ടില്ല. ശബ്ദം പക്ഷേ നമുക്ക് പലരും ഈ അധ്യാപകർക്ക് പഠിപ്പിക്കാനുള്ള ശബ്ദം ഇല്ലാഞ്ഞിട്ട് മാറിയിട്ടുണ്ട്.
നമ്മുടെ വാനപ്രസ്ഥം കോഴ്സിലുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് തൃശ്ശൂര് ദന്തൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അവര് വന്ന് നേരിട്ട് പറഞ്ഞു, അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, പുറയിൽ ഇരിക്കുന്നവർക്ക് കേൾക്കാനാവില്ല. അവസാനം അവർ വന്നു, അവർ ശങ്കൊലി ചെയ്തു. അവസാനം അവർക്ക് നേരിട്ട് എല്ലാവരെയും കേൾക്കുന്ന വിധത്തിൽ ഒച്ചയിൽ സംസാരിക്കാൻ പറ്റിയെന്ന് നേരിട്ട് അവർ വന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. പിന്നെ സാർ തേനൊക്കെ കഴിക്കുന്ന നല്ലതല്ലേ? തേൻ നല്ലതാണ്, പക്ഷെ അകത്തി കഴിക്കണം. ഓരശം അകത്തിയും അവർ കഴിക്കണം, ശങ്കൊലി ചെയ്യണം. ചിലപ്പോൾ താനെ ശബ്ദം വന്നൊന്നും വരും കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ അവരെ കൊണ്ടുവരാൻ പറ്റുമോ. ശരി 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 ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്തിട്ട്. ജലജ മാഡം. പറഞ്ഞോ. നമസ്കാരം സാർ. ആളെ കണ്ടില്ല. നമസ്കാരം. ഞാൻ പറഞ്ഞോ. നമസ്കാരം സാർ. എനിക്കൊരു സംശയമല്ല, എൻ്റെ ഒരു പ്രോബ്ലം ആണ്. എനിക്ക് എൻ്റെ ഡ്രൈ മൗത്ത് ആണ് എനിക്ക് കുറേ വർഷമായിട്ട്. അപ്പൊ അത് എനിക്ക് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒന്നാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ജോഗ്രൻ സിൻഡ്രോം. അപ്പൊ എനിക്കിത് എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ കയ്യിൽ വെള്ളം വെച്ചുകൊണ്ടിരുന്നാലും സംസാരിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തൊണ്ട, വായ, ചുണ്ട് എല്ലാം വല്ലാതെ വരണ്ടു. ചെറുതല്ല, അപ്പൊ ചിലപ്പോ വായി തുറക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കയ്യിൽ സിപ്പായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അതായത് ഉമിനീര് ഗ്രന്ഥികള് ജലം വിടുന്നില്ല അല്ലേ? ഇതല്ലേ ഉള്ളൂ. അതെ, ഉമിനീർ ഗ്രന്ഥികള് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വർക്ക് ചെയ്യിപ്പിക്കാം. എഴുതിയെടുത്തോ, ഞാൻ പറഞ്ഞുതരാം. വർക്ക് ചെയ്യിക്കാം. ഓക്കെ സാർ. പറഞ്ഞോളൂ സാർ. സാർ പറഞ്ഞോളൂ, ഞാൻ എഴുതാം. അതായത് വാളൻപുളി ഒരൈറ്റാണ്. വാളൻപുളി, കാന്താരി, വാളൻപുളി, കാന്താരി. സാർ കാന്താരി എനിക്ക് എരിവൊന്നും അല്പം പോലും വായിൽ തൊടിക്കാൻ പറ്റില്ല. എരിവ് അതായത് വാളൻപുളി, കാന്താരി, കുരുമുളക്, ഉപ്പ്, ഇത് നാലും കൂടി കല്ലിൽ വെച്ച് വടി പോലെ അരച്ചെടുക്കുക. സമസമം എടുക്കുക. അരച്ചെടുത്തിട്ട് 3 വിരലിലോട്ട് പെരട്ടിക്കൊണ്ട് നാക്കിന്റെ മേളിൽ നിന്ന് ഒരൊറ്റ തൂപ്പകട്ട് തൂക്കുക. വാ പൊളിച്ചിരിക്കും, എരിയും, നന്നായിട്ട് എരിയും. വായിൽ നിന്നും കുളുകുളാ വെള്ളം വരും. അങ്ങനെ ചെയ്താൽ ഒരു നല്ലൊരു ശതമാനം ആളുകളുടെ ഈ ഉമിനീര് ഗ്രന്ഥികൾ തുറന്നിട്ടുണ്ട്. എന്റെ പേഷ്യന്റിനെ ഞാൻ ഈ ഉമിനീര് ഗ്രന്ഥി തുറപ്പിച്ചിട്ടുണ്ട്. ഇച്ചിരി എരിവ് സഹിക്കണമെന്നുള്ളത്. അതായത് ഇത് തേച്ചിട്ട് കുനിഞ്ഞ് വാ പൊളിച്ചിരുന്നേക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ കുളുകുളാന്ന് വെള്ളം വരും. 3 വിരലുണ്ട്.
പുളി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരില്ലേ? പക്ഷെ എനിക്ക് എരിവ് വെള്ളം വരുന്നില്ല. വരുത്തുന്ന ഒന്നാണ്. ഉപ്പ് വായിൽ വെള്ളം വരുത്തുന്ന ഒന്നാണ്. ഇത് മൂന്നും കൂടി വടി അരച്ച് നാക്കെല്ലാം കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. മടിക്കാതെ ചെയ്തു. അപ്പൊ സാർ എനിക്ക് പൊതുവെ ഈ ഒരുവിധം എല്ലാ ഫുഡും അലർജിയാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് എവിടെയാണ് വീട്? എവിടെയാണ്? ഞാനിപ്പോ കണ്ണൂരാണുള്ളത്. കണ്ണൂര്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ, അതിൽ കേറുക. അതില് എല്ലാ ചൊവ്വാഴ്ചയും 5 or 6 പേരെ വീഡിയോയില് ഇതിന്റെ ചികിത്സ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കയറിയ ദൂരമുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അടുത്തുള്ളവരാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ വരാൻ പറയും. കണ്ണൂര്, കാസർഗോഡ്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളവരെ, വിദേശത്തുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതിൽ കയറുക. രക്തം ശുദ്ധിയാക്കണം. രക്തം ശുദ്ധിയാക്കിയാൽ അലർജി മാറ്റിയെടുക്കാം. കേട്ടോ? ഒന്നും കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട് ആണെങ്കിൽ ആകെ ഒരു ആപ്പിൾ അല്ലാതെ വേറെ ഒന്നും. നാവിലപ്പറ്റി ഇങ്ങനെ കീറിൽ വരും. തൈര്, മോര്, ഉപ്പ് അങ്ങനെ ഒന്നും പറ്റില്ല. പാല് അങ്ങനെയുള്ള ഒരു മാറ്റിയെടുക്കാം. കേട്ടോ? താങ്ക് യു സർ. ഇപ്പൊ തന്നെ ഞങ്ങൾ മുരിങ്ങക്ക ചമ്മന്തി എന്ന് പറയുന്ന ഒരു സാധനം യൂട്യൂബിൽ കയറി നോക്കിക്കോ. ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്, അതുകൊണ്ട് എഴുതിക്ക്. ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്. നിങ്ങള് ചികിത്സ കിട്ടുന്നത് നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ ആണ്. ഈ ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്കിൽ കയറിയാൽ യൂട്യൂബില് ഒരുപാട് ചികിത്സകൾ കിട്ടും. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എല്ലാ രോഗങ്ങളെ പറ്റിയും ഒരു 125 മേൽ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. കേട്ടാ? അതൊന്ന് നോക്കി നമ്മളുടെ രോഗത്തിന് പറ്റിയ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അലർജിയുടെ ക്ലാസ് കിടപ്പുണ്ട്. അല്ല, 8-10 വർഷമായി. ഇപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ എല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തതൊക്കെ ഇരുന്നോട്ടെ. നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ചൊവ്വാഴ്ച വരെയാണ് എനിക്ക് എളുപ്പമുണ്ട്. പിടികിട്ടിയോ? ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് അലർജി എന്ന പേരിൽ തന്നെ ക്ലാസ് കിടപ്പുണ്ട്. അലർജി. അപ്പൊ അത് കേട്ടിട്ട് വേണം വരാൻ. കേട്ടാ? എല്ലാ ചൊവ്വാഴ്ചയാണോ സർ? എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ വരും. വൈകുന്നേരം 8:30 മുതൽ 9:30 വരെ ഇതുപോലെ തന്നെയാണ് വരിക. അതിന് ബന്ധപ്പെടേണ്ടത് നേച്ചർ സിഗ്നേച്ചർ ഫൗണ്ടേഷൻ. ക്ലാസുകൾക്ക് ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്. അത് കണ്ടു. അതെ. നിരാശപ്പെടേണ്ട, മാറ്റിയെടുക്കാൻ പറ്റും. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടാ? ശരി സർ. ഇതൊക്കെ ഈ മാറ്റവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഡിവൈൻ മദർ, വാനപ്രസ്ഥം, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്. അത് നമ്മളിപ്പോ വിചാരിക്കുന്നു നമ്മൾ ഇംഗ്ലീഷ് ചികിത്സ ചെയ്തു, വലിയ വലിയ ആശുപത്രിയിൽ പോയി, ഡോക്ടർമാരുടെ ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പ്രകൃതി ചെയ്തു, എന്നിട്ടൊന്നും മാറില്ല എന്നല്ല വിചാരം. ക്ലിയർ ആയിട്ടുള്ള ശരിയായിട്ടുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അതിന്റെയാണ് ക്ലാസ്സുകളൊക്കെ വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ നാക്കൽ ഇത് തേച്ചിട്ട് കുറഞ്ഞത് ഒരു 3-4 പേഷ്യൻസിന് ഈ സലൈവറി ഗ്ലാൻഡ് തുറന്നിട്ടുണ്ട്. എനിക്കതുപോലെ നോഡ്യൂൾസും ഉണ്ട്. തൈറോയിഡ് നോഡ്യൂൾസ് ഉണ്ട് എന്റെ ഇടയില്. അതിന്റെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അതാണ് പൂവരശിന്റെയും അകത്തിയുടെ ഇല. പൂവരശിന്റെ ഇലയിട്ട് വെള്ളം കുടിക്കണം, അകത്തി കഴിക്കണം. അല്ലെങ്കിൽ ആ നോഡ്യൂൾസ് ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നോഡ്യൂൾസ് നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും
ക്യാൻസറിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് പറ്റും. വെയിറ്റ് അതുപോലെ എന്റെ വെയിറ്റ് എനിക്ക് 55-56 കിലോ ഒക്കെ സാധാരണ ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഈ കുറേ കാലമായിട്ട് അത് 36 വരെയൊക്കെ പോയി. ഇപ്പൊ ഒരു 40 ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതേ കാര്യം പിന്നെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ വെയിറ്റ് കൂടും അല്ലെങ്കിൽ വെയിറ്റ് കുറയും. അപ്പൊ തൈറോയ്ഡ് മാറ്റണം ആദ്യം. ഷുഗർ ഉണ്ടോ? ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതാ ഭക്ഷണം കഴിക്കല് വളരെ കുറവാണ്. ഈ എരിവും പുളിയും ഒന്നും വായിൽ അടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കഴിക്കല് ശരിക്കുള്ള ഭക്ഷണം കഴിക്കലേ ഇല്ല. പിന്നെ പാല് തൈര് ഒന്നും കഴിച്ചതോ. ഉമിനീര് ദഹനം ശരിയാക്കേണ്ട ആൾക്കാരാണ് അവര്. ഉമിനീര് ഒരു സ്റ്റേജാണ്, ദഹനത്തിന്റെ ഒരു സ്റ്റേജില് ഉമിനീരിൽ പെരുണ്ട് വേണം ഭക്ഷണം ഉള്ളിൽ ചെല്ലാൻ. അത് ഉത്പാദിപ്പിക്കാതിരുന്നാ പിന്നെ ദഹനം നടക്കുവോ? ഇല്ല. കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കിത് ചെയ്യാം കേട്ടാ. ഓക്കെ. പ്രസീത മാം ചോദിച്ചോളൂ. പ്രസീത മാം. ആരാണ്? പ്രസീത മാം. സാറേ, പ്രസീത. സാർ കേക്കാമോ? കേക്കാം, പറഞ്ഞോ. സാറേ, എനിക്ക് 14 വർഷമായിട്ട് വെള്ളപ്പാണ്ടുണ്ട്. എനിക്കൊരു 7 വർഷം മുമ്പ് എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ ഇപ്പോഴും എനിക്ക് കുറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഞാൻ പൂവരശിന്റെ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ വൈറ്റമിൻ ബി കോംപ്ലക്സ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിക്കുന്നുണ്ട്. സീക്കോഡും കഴിക്കുന്നുണ്ട്. അത്രയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ മധുരം ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ചായ കാപ്പിയൊക്കെ ഞാൻ നിർത്തി. അപ്പൊ ഞാൻ എന്തോ ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ. അല്ല, സാധാരണ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോളൂ. പുളിയുള്ളതൊന്നും കഴിക്കരുത്. പുളിയുള്ളത് കഴിക്കരുത്. അപ്പൊ എനിക്ക് തൈര് കഴിക്കാവോ? തൈര് കഴിക്കാം, പുളി ഉണ്ടാവരുത്. ഓക്കെ. പിന്നെ ഇറച്ചി, മുട്ട, അത് കഴിക്കുന്നില്ല. ഗ്രീൻ പീസ്, സോയ, അത് കഴിക്കുന്നില്ല. എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഓക്കെ. ഒക്കെ ഒഴിവാക്കുക. അത് ഇതും പേടിക്കണ്ട. താമസിയാതെ തന്നെ സാറിനെ വന്നൊന്ന് കാണണം. എനിക്ക് സാറിനെ വന്നൊന്ന് കാണണം. ഞാൻ പത്തനംതിട്ട, എന്റെ സ്ഥലം പത്തനംതിട്ട. ആലപ്പുഴ വന്ന് കാണാനാണ് സൗകര്യം. ആലപ്പുഴ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സാറിനെ ഇപ്പൊ കിട്ടിയപ്പോ ഞാൻ വിവരം ചോദിച്ചതാ. ശരി. വന്ന് കണ്ടോ. ഉറപ്പായിട്ടും ഇതിനൊരു പരിഹാരം മെലാനിൻ. നമ്മള് പത്തനംതിട്ട ജില്ലയിൽ തന്നെ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വരാലിനകത്ത് മെലാനിൻ കയറ്റാനുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു.